ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സേമിയ മിൽക്ക് പുഡിംഗ് ആണ്. ഇത് ഉണ്ടാക്കി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ ഇതിൽ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 1.5 കപ്പ് റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെച്ച് സാവധാനം നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വല്ലാതെ കരിഞ്ഞു പോവരുത്, ഒന്ന് കളർ മാറിയാൽ മതി. ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ആയാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഇത് നന്നായി ഡ്രൈ ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിനെ ചൂടാറാൻ വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്കൊരു 3/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. പാല് നന്നായി ചൂടായാൽ ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കുക. കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുന്നതാണ്. ഫ്ലെയിം കുറച്ച് വേണം ചെയ്തെടുക്കാൻ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി കുറുകി വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 5-6 ഡ്രോപ്പ് പിസ്ത എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കളർ കുറവാണ് എന്നെങ്കിൽ നമുക്കൊരു 2-3 ഡ്രോപ്പ് കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. വാനില ആണെങ്കിൽ വാനില എസൻസ് ചേർക്കാം, സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി എസൻസ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കി നമുക്കിതിനെ നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി സേമിയ ചൂടാറിയാൽ നമുക്ക് അത് വെച്ച് കപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സേമിയയിൽ നിന്നും ഒരു പിടി എടുത്ത് നമുക്ക് ഇതിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതില്ല എങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് ചെയ്താലും മതി. എന്നിട്ട് ഇതുപോലെ എല്ലാ കപ്പും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായി ചൂടാറിയ പുഡിങ് ഒരു സ്പൂൺ എടുത്ത് എല്ലാ കപ്പിലേക്കും ഒഴിച്ചു കൊടുക്കുക. എല്ലാ കപ്പിലും പുഡിംഗ് നിറച്ച ശേഷം നമുക്കിതിനെ ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ പുഡിംഗ് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത പിസ്താഷ്യ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്